നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ താലൂക്ക് ആശുപത്രി കൂടുതൽ ആധുനികമാകുന്നു. ബേബി സ്റ്റെബിലൈസേഷൻ യൂണിറ്റും കാരുണ്യ ബെനവോളൻസ് ഫണ്ട് ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ ബുധനാഴ്ച അറക്കുളം പഞ്ചായത്തിൽ ഹർത്താൽ. കേരള കോൺഗ്രസ് എം ജില്ലയിൽ വാഹന പ്രചരണ ജാഥ നടത്തും. നിലപാട് തിരുത്തിയില്ലെങ്കിൽ PC ജോർജിനെ പങ്കെടുപ്പിക്കില്ലെന്ന് ജില്ലാ നേതൃത്വം. വാർത്തകൾ വിശദമായി. തൊടുപുഴ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കാരുണ്യ ബെനവോളൻസ് ഫണ്ട് ഓഫീസും ന്യൂബോൺ ബേബി കെയർ യൂണിറ്റും ജനറേറ്ററും ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ TG ജോസഫാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തൊടുപുഴ താലൂക്ക് ആശുപത്രി ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്. ന്യൂബോൺ ബേബി സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്, കാരുണ്യ ബെനവോളൻസ് ഫണ്ട് ഓഫീസ്, പുതിയ ജനറേറ്റർ എന്നിവയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ന്യൂബോൺ ബേബി യൂണിറ്റിൽ ഒരേ സമയം 5 കുട്ടികളെ ചികിത്സിക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ ഇക്കാര്യത്തിൽ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിച്ചിരുന്നത്. കാരുണ്യ ബെനവോളൻസ് ഫണ്ടിന്റെ ഓഫീസും ഇവിടെ തുടങ്ങി. കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ ഇവിടെ അവസരമുണ്ടാകും. നിശ്ചിത എണ്ണം മാരക രോഗങ്ങൾക്ക് APL, BPL വ്യത്യാസമില്ലാതെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്. 9 ലക്ഷം രൂപയുടെ ജനറേറ്ററാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. നിലവിലുള്ളതും പുതുതായി നിർമ്മിക്കുന്നതുമായ ആശുപത്രി കെട്ടിടങ്ങളെ ഉദ്ദേശിച്ച് 125 kVയുടെ ജനറേറ്ററാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വിവിധ യൂണിറ്റുകൾ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, മറ്റ് കൗൺസിലർമാർ, സൂപ്രണ്ട് ഡോക്ടർ റെജി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരം കുറഞ്ഞ പിള്ളേരില്ലേ, ഡേറ്റ് തികയാതെ വരുന്ന മാസം തികയാതെ വരുന്ന കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് വാമർ വേണം, ചൂട് വേണം. അതിനുവേണ്ടി വാമറിന്റെ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ശ്വാസമുട്ടൽ അങ്ങനെയുള്ളവർക്ക് ഈ കഫം സഖ് ചെയ്ത് കളയാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഓക്സിജൻ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ജന്മനാ മഞ്ഞപ്പിത്തമായിട്ട് ജന്മനാ മഞ്ഞപ്പിത്തമുള്ള മഞ്ഞനിറമുള്ള കുട്ടികൾക്ക് ഫോട്ടോതെറാപ്പി കൊടുക്കുക. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഇതെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്കിപ്പം എത്ര കുട്ടികൾ വന്നാലും നമുക്ക് സാധാരണ നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ സാധാരണ ഗതിയിൽ ഇങ്ങനെ മാസം തികയാതെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ, ഒരു മഞ്ഞപ്പിത്തം ഉണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ ഒന്നെങ്കിൽ മുതലക്കോടൻ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അപ്പൊ ഇപ്പൊ ആ ഒരു സാഹചര്യം ഒഴിവായി. അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഒരു അസുഖത്തിന് നമുക്ക് റെഫറൻസിന്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാം. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ നിന്നും അറക്കുളം വില്ലേജിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വെസ്റ്റേൺ കട്ട് പീപ്പിൾസ് ഫോറം ബുധനാഴ്ച അറക്കുളം പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കും. റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം വില്ലേജുകളിലും സമുദ്രനിരപ്പിൽ നിന്നും 600 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അറക്കുളം 350 മീറ്റർ മാത്രം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാഗമണിനെ ഒഴിവാക്കി അറക്കുളത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യുക്തിരഹിതമാണ്. 18ാം നൂറ്റാണ്ട് മുതൽ അറക്കുളം ജനവാസ കേന്ദ്രമാണെന്നും അവർ പറഞ്ഞു. ജനജീവിതം തടസ്സപ്പെടുത്തുന്ന റിപ്പോർട്ടിനെതിരെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലെന്ന് CT സ്കറിയ, AD മാത്യു എന്നിവർ പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ തൊടുപുഴ ബ്രാഞ്ച് സമ്മേളനം അർബൻ ബാങ്കിൽ നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം G മോട്ടിലാൽ ഉദ്ഘാടനം ചെയ്തു. AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് PP ജോയ്, A സുരേഷ് കുമാർ, R ബിജുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് VV ജോസഫ് അധ്യക്ഷനായിരുന്നു. വളരെ പ്രതിലോമകരമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ, അതിനെ നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്. രാഷ്ട്രീയ തീരുമാനങ്ങൾ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഭരണാനുകൂല ദല്ലാൾ സംഘടന എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന NGO അസോസിയേഷൻ എടുക്കുകയുണ്ടായി. ഈ ഭരണാനുകൂല ദല്ലാൾ സംഘടന എന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊരു വിശാലമായ അർത്ഥമുണ്ട്. വളരെ ജനവിരുദ്ധമായ ഒരു അർത്ഥം അതിൽ ഉൾച്ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അങ്ങനെ പറയുന്നത്. തണലിൽ അങ്ങനെ നിന്നുകൊണ്ട് വളരാനൊന്നും നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും അങ്ങനെ അനുവദിക്കാറുമില്ല. അപ്പൊ അതെല്ലാം കടത്തിവെട്ടി ഈ കഴിഞ്ഞ 2 വർഷം ഏറ്റവും കൂടുതൽ, ഇത് ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെക്രട്ടേറിയറ്റ് ചേരുമ്പോഴും മറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ളവരുടെ യോഗങ്ങൾ ഈ കേരളത്തിലെ ഭരണകൂടവും അതിന്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ
സർവീസ് മേഖലയിൽ സർവീസ് സംഘടന എന്നുള്ള നിലയ്ക്ക് അസോസിയേഷന്റെ ഇടപെടലുകളും നടക്കുന്നു എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് എം ജില്ലയിൽ വാഹന പ്രചരണ ജാഥ നടത്തും. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകളിലെ കർഷക വിരുദ്ധ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥയെന്ന് ജില്ലാ പ്രസിഡന്റ് ജോണി പൂമറ്റം പറഞ്ഞു. കെ ഫ്രാൻസിസ്, റോഷി അഗസ്റ്റിൻ MLA, ജോണി പൂമറ്റം എന്നിവർ നേതൃത്വം നൽകും. പാർട്ടി ചെയർമാൻ KM മാണി ഉദ്ഘാടനം ചെയ്യും. 5-ന് തൊടുപുഴയിൽ നടക്കുന്ന സമാപന സമ്മേളനം വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. 16-ന് ഡൽഹിയിൽ നടക്കുന്ന കർഷക ധർണ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്യും. മുന്നണിയെയും സർക്കാരിനെയും വിമർശിക്കുന്ന നിലപാട് തിരുത്താത്തിടത്തോളം കാലം PC ജോർജിനെ ജില്ലയിലെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്ന നിലപാട് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. MJ ജേക്കബ്, ജോസി ജേക്കബ്, ബേബി പതിപ്പള്ളി, KM മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. ഏലം, കൊക്കോ, റബ്ബർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 1 മുതൽ 5 വരെ വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. ഈ ജാഥയ്ക്ക് മുൻ MP C ഫ്രാൻസിസ് ജോർജ്, ഇടുക്കി MLA ശ്രീ റോഷി അഗസ്റ്റിൻ, പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോണി പൂമറ്റം തുടങ്ങിയവർ നേതൃത്വം കൊടുക്കും. ജാഥയുടെ ഉദ്ഘാടനം 1-ാം തീയതി രാവിലെ 35-ാം മൈലിൽ വെച്ച് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ KM മാണി നിർവഹിക്കും. മുണ്ടക്കയം 35-ാം മൈലിൽ വെച്ച്. സമാപന സമ്മേളനം 5-ാം തീയതി തൊടുപുഴയിൽ പാർട്ടി വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വാഹനജാഥയ്ക്ക് മുന്നോടിയായി കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളിലെ ജനവിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, നാണ്യ വിളകളുടെ വിലയിടിവ് പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 16-ാം തീയതി ഡൽഹിയിൽ വൻപിച്ച പാർലമെന്റ് ധർണ നടത്തുകയാണ്. പാർലമെന്റ് ധർണ 16-ാം തീയതി രാവിലെ 11 മണിക്ക് ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്യുന്നതാണ്. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന റവന്യൂ ജില്ലാ കായികമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് പ്രകാശന കർമ്മം നിർവഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാർ, സംഘാടകർ തുടങ്ങിയവർ പങ്കെടുത്തു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അഖിൽ വിനോദാണ് ലോഗോ തയ്യാറാക്കിയത്. കായിക മത്സരങ്ങളിൽ വളരെയധികം മുന്നോട്ട് പോകാൻ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്ന ഏഷ്യൻ സ്കൂൾ ഗെയിംസിൽ നമ്മുടെ വണ്ണപ്പുറത്തുള്ള ES ആര്യ എന്ന് പറഞ്ഞ കൊച്ചിന് സ്വർണ്ണ മെഡൽ ലഭിക്കുകയുണ്ടായി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ പങ്കെടുക്കുന്ന വളരെ പ്രഗത്ഭരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ സ്പോർട്സ് രംഗത്ത് ഇന്ന് ഇടുക്കി ജില്ലയുടെ യശസ് ഇന്ന് ഉയർത്തിപ്പിടിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ സ്പോർട്സ് രംഗത്ത് അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്ന കാര്യം. പുറപ്പുഴ പഞ്ചായത്ത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം 14-ന് രാവിലെ 11-ന് മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. ജൂബിലിയോടനുബന്ധിച്ച് നടപ്പിലാകുന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും മന്ത്രി നിർവഹിക്കും. മുൻ പ്രസിഡന്റുമാരെ PT തോമസ് MP ആദരിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ ഏറ്റവും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് സാറ് ഈ ജൂബിലി ആഘോഷങ്ങളുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അന്ന് ഒരു സ്മാരകമായിട്ടൊരു ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും അദ്ദേഹം തന്നെ നിർവഹിക്കും. ബഹുമാനപ്പെട്ട ഇടുക്കിയുടെ MP ശ്രീ PT തോമസ് അവറുകൾ യോഗത്തിന് മുഖ്യ അതിഥിയായിട്ടും അതുപോലെ തന്നെ മുൻ പ്രസിഡന്റുമാരെ ആദരിക്കലും അദ്ദേഹം നിർവഹിക്കുമ്പോൾ മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. കേരള പിഡ്സിൻ്റെ ചെയർമാൻ ശ്രീ PC ജോസഫ് സാറ് യോഗത്തിന് ആശംസകൾ അർപ്പിക്കും. അതുപോലെ തന്നെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ S സുധീരേന്ദ്രൻ നായർ അവറുകൾ യോഗത്തിന് ആശംസകൾ അർപ്പിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ആഘോഷ പരിപാടികളും കർമ്മ പദ്ധതികളുമാണ് ഈ ജൂബിലിയോടനുബന്ധിച്ച് ഭരണസമിതി പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട്
പറപ്പഴ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബൃഹത്തായ റോഡ് ശൃംഖലകൾ പൂർത്തീകരിക്കുക, 15 കോടി രൂപ മുതൽ മുടക്കിയിട്ടുള്ള വാട്ടർ അതോറിറ്റി ജലവിഭവ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകൾ ISO സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പറപ്പഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള ISO സർട്ടിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികൾ ഈ വർഷം തന്നെ ആരംഭിക്കും. കേരള ലോട്ടറി തമിഴ്നാട്ടിലേക്ക് കടത്തുന്നത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ആവശ്യപ്പെട്ടു. സംഘടനയുടെ തൊടുപുഴയിൽ നടന്ന മേഖലാ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേഖലാ പ്രസിഡന്റ് PP തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ജോയ് മൈലാടി, വിജയകുമാർ കാട്ടാമ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സംഘടനയുടെ വയസ്സ് എന്ന് പറയുന്നത് 3 വർഷം കഴിഞ്ഞ് 4-ാം വർഷത്തിലേക്ക് ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ വളരെ കൃത്യമായി ചെയ്തു തീർക്കേണ്ട സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിറവേറ്റി തൊഴിലാളി സംഘടന രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ അഫിലിയേഷൻ എടുക്കുകയും വർഷാവർഷവും നമ്മൾ ലേബർ കമ്മീഷന്റെ ഓഫീസിന് മുമ്പ് റിട്ടേൺസ് കൊടുക്കുകയും കേന്ദ്ര കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും കൊടുക്കേണ്ട അഫിലിയേഷൻ ഫീസൊക്കെ ഉൾപ്പെടെ കൃത്യമായി നമ്മൾ അടച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ കഴിഞ്ഞ 3 വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ്. മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിൽ ബർത്ത് സ്യൂട്ടുകളും പെയിൻലെസ് ലേബറും ഉടൻ നടപ്പിലാക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യൻ അറിയിച്ചു. 600ഓളം സന്ധിമാറ്റ ശസ്ത്രക്രിയ സമീപകാലത്ത് നടപ്പിലാക്കി. യൂറോളജി, റേഡിയോളജി, പീഡിയാട്രിക് വിഭാഗങ്ങളിൽ പുതിയ ഡോക്ടർമാർ ചുമതലയേറ്റതായി അവർ പറഞ്ഞു. ഇടുക്കിയിൽ തന്നെ നമുക്ക് ഏക ഹോസ്പിറ്റലാണ് യൂറോളജിസ്റ്റ് ഫുൾ ടൈം ആയിട്ടുള്ളത്. അത് നമ്മുടെ ഹോസ്പിറ്റലാണ് നമുക്കുള്ളത്. 2010 നമ്മൾ ഇങ്ങനെ വിപുലീകരിക്കാൻ തീരുമാനമെടുത്ത ആ സമയത്താണ് ഡോക്ടർ OT ജോർജ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ചാർജ് എടുത്ത് വന്നത്. ഡോക്ടർ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നു. ഏകദേശം 600ഓളം സന്ധിമാറ്റൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി ഇതിനകം ഡോക്ടർ നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഈ സന്ധിമാറ്റൽ ശസ്ത്രക്രിയ ഇത്രയധികം നടത്തിയ ഡോക്ടേഴ്സ് അധികമുണ്ടെന്ന് തോന്നില്ല. 1-2 വർഷം കൊണ്ട് മാത്രമാണ് ഇത് നടത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡോക്ടർ ജോളി ജോർജ് ന്യൂറോ സർജൻ്റെ സേവനം എപ്പോഴും അവിടെ സംലഭ്യമാണ്. അതും ഇടുക്കി ജില്ലയിൽ ഏക ഹോസ്പിറ്റലാണ് ന്യൂറോ സർജറി ഫുൾ ടൈം ആയിട്ടുള്ളത്. അത് നമ്മുടെ ഡോക്ടർ ജോളി ജോർജാണ്. ഡോക്ടർ ബ്രെയിൻ ട്യൂമർ, കഴുത്തിൻ്റെയും നട്ടലിൻ്റെയും ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾക്ക് കീ ഹോൾ സർജറി ചെയ്യുന്ന ഡോക്ടറാണ്. അതുപോലെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ ഭവാനിയും ഡോക്ടർ രാജിമോളും സുദീർഘമായി സേവനം ചെയ്യുന്നു. അവരുടെ നേതൃത്വത്തിൽ ബർത്ത് സ്യൂട്ടുകളും പെയിൻലെസ് ലേബറും ഉടൻ തന്നെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കോലാനി ഗവൺമെന്റ് LP സ്കൂളിൽ മോഷണ ശ്രമം. താഴെ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് സാധന സാമഗ്രികൾ നശിപ്പിച്ചിട്ടുണ്ട്. രാത്രികാല പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് സ്കൂൾ PT ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ താലൂക്ക് ആശുപത്രി കൂടുതൽ ആധുനികമാകുന്നു. ബേബി സ്റ്റെബിലൈസേഷൻ യൂണിറ്റും കാരുണ്യ ബെനവോളൻസ് ഫണ്ട് ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ ബുധനാഴ്ച അറക്കുളം പഞ്ചായത്തിൽ ഹർത്താൽ. കേരള കോൺഗ്രസ് എം ജില്ലയിൽ വാഹന പ്രചരണ ജാഥ നടത്തും. നിലപാട് തിരുത്തിയില്ലെങ്കിൽ PC ജോർജിനെ പങ്കെടുപ്പിക്കില്ലെന്ന് ജില്ലാ നേതൃത്വം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.